എസ് നേരത്തെ പറഞ്ഞ ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് വി എസ് ആയത്. വി എസിന്റെ സുതാര്യതയുള്ള തെളിമയുള്ള തെളിനീരുപോലുള്ള നിലപാട് കാരണമാണ് വി എസിന് ഇത്രയധികം ആളുകൾ കേരളത്തിൽ ഇഷ്ടപ്പെടുന്നത്. ഒരുപക്ഷെ മറ്റ് പാർട്ടി നേതാക്കൾ കണികളാണെങ്കിൽ ഒരുപക്ഷെ വി എസിനുള്ളത് ആരാധകരാണ് എന്ന് ഉറപ്പായും തന്നെ പറയാം. കാര്യം വി എസിന് വേണ്ടി അത്രത്തോളം ഹൃദയാഭിവാദ്യങ്ങളോടെ അത്രത്തോളം ഹൃദയവായ്പോടെ തെരുവിലിറങ്ങിയിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവരൊക്കെയും. വി എസിന് ഇപ്പോഴല്ല, അത് നേരത്തെയും വി എസ് പാർട്ടിയെ തിരുത്താനും പാർട്ടിയോട് ഞങ്ങളുടെ തീരുമാനം ഇതാണ് എന്ന് പറയാനും വേണ്ടിയൊക്കെ ജനം തെരുവിലിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടു. അന്നൊക്കെ ഉയർന്ന മുദ്രാവാക്യമാണ് കണ്ണേകരളെ വി എസ് എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഇപ്പോഴും കേൾക്കുന്നു. എസ് കെ എന്താ, ഞാനിപ്പോൾ നിൽക്കുന്നത് ദർബാർ ഹാളിലാണ്. ദർബാർ ഹാളിൽ 2 മണിവരെ പൊതുദർശനം എന്നുള്ളതാണ് പാർട്ടിയുടെ ക്രമീകരണം. പക്ഷേ 2 മണിക്ക് ആ പൊതുദർശനം ഏത് രീതിയിൽ തീർത്ത് പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പിടിയുമില്ല. എസ് കെ, അതിന് കാരണം ഈ ക്യൂ നമുക്ക് കാണാം. ഈ ക്യൂ വി എസിനെ കാണാൻ വേണ്ടി അതെ, ഞങ്ങളെ ചങ്കിലല്ലേ വി എസ്. തീർച്ചയായും ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നതാണ്. ഇന്നലെ മലബാറിന്റെ കാര്യമാണ്. ഞങ്ങളെല്ലാം ഓട്ടോ ഡ്രൈവർമാരാണ്. അവസാനം ഇന്ന് കാണാൻ തോന്നി. കാസർഗോഡ് ചെറുവത്തൂര് നാനാഭാഗത്തു നിന്ന് ഇതുപോലെ ഒരുപാട് മനുഷ്യന്മാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് ഇത്രത്തോളം വേഗത്തിൽ ഈ ക്യൂ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അകത്ത് കൃത്യമായ ക്രമീകരണമുണ്ട്. ആ ക്രമീകരണങ്ങൾ വി എസ് അവസാനമായി കണ്ട് പെട്ടെന്ന് തന്നെ ആളുകൾ കണ്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ ക്യൂ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും, വളരെ വേഗത മുന്നോട്ട് പോകുന്നു പറയുമ്പോഴും ഈ ക്യൂവിന്റെ അങ്ങേയറ്റം അത് കിലോമീറ്ററോളം അപ്പുറത്ത് പിന്നെയും ക്യൂവിന്റെ നീളം കൂടി വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പൊ എങ്ങനെയാണ് 2 മണിക്ക് ഈ പറയുന്ന മട്ടിൽ ഈ പൊതുദർശനം പൂർത്തിയാക്കി വിലാപയാത്ര തുടങ്ങാൻ കഴിയുക എന്ന കാര്യം ഒരു ഉറപ്പുമില്ല. സ്കാൻ കാര്യം അത്രത്തോളം ആളുകൾ വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നേതാക്കൾ വരുന്നുണ്ട്, കാണുന്നുണ്ട്, പ്രതികരണം നടത്തുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം സാധാരണക്കാരായ മനുഷ്യർ, നേരത്തെ നമ്മൾ ചെറുവത്തൂരുന്നുണ്ട് ഓട്ടോ ഡ്രൈവർമാരെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ ഒരു നേരത്തെ നമ്മൾ ഒരു വളരെ പ്രായമുള്ള ഒരു അമ്മയെ കണ്ടു. അമ്മ വരുമ്പോൾ മുതൽ കരച്ചിലാണ്. വി എസിന്റെ വിലാപത്തിൽ അല്ലെങ്കിൽ വി എസിന്റെ വിയോഗത്തിൽ കരച്ചിലാണ്. പോയി സംസാരിക്കുമ്പോൾ ഇവിടെ ചെങ്കൽച്ചൂരിലുള്ള ഒരു അമ്മച്ചിയാണ്. ആ അമ്മച്ചി ചെങ്കൽച്ചൂരിൽ വി എസ് അവരുടെ വീട്ടിൽ വന്ന കാര്യവും അവരുടെ വീടിന്റെ ഡ്രെയിനേജ് സംവിധാനം ശരിയാക്കാൻ ഇടപെട്ട കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് കരച്ചിലായിരുന്നു. അവരോട് വന്ന് വി എസിനെ കണ്ട് മടങ്ങിപ്പോകുന്നതും വരെ അതേപോലെ വിലപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന കുറേയധികം ആളുകൾ നമ്മൾ കണ്ടു. അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നേർക്കുനേർ വി എസുമായി ബന്ധമുള്ള ആളുകൾ മാത്രമല്ല, വി എസിനെ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ വരെ ഇവിടെ വി എസിന്റെ ആ നയരാഷ്ട്രീയത്തിന്റെ ശക്തി കാരണം, ആ നട്ടലുറപ്പ് കാരണം വി എസിന്റെ ആരാധകരായി ഇങ്ങോട്ട് വി എസിനെ കാണാൻ വരുന്ന ആളുകളെ നമ്മൾ കണ്ടു. ഏതെങ്കിലുമൊക്കെ തരത്തിൽ വി എസിന്റെ ഒരു നയം, അതിപ്പോ ഒരുപക്ഷെ വി എസിനെ കടാശ്വാസ കമ്മീഷനാകാം, അതല്ലെന്നുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളി കടാശ്വാസമാകാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ വി എസിന്റെ ഒരു നയം നേർക്കുനേർ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് സ്പർശിച്ച മനുഷ്യന്മാരൊക്കെ വി എസിന്റെ അക്കാര്യം പറയുന്നുണ്ട്. മറ്റു ചിലർ വി എസിന്റെ ഈ നയനിലപാടുകൾ, വി എസ് എല്ലാ കാലവും കേരളത്തിന് വേണ്ടി സ്വീകരിച്ച അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനി, അതിനുശേഷം കേരളത്തിന്റെ രൂപവൽക്കരണം, അടിയന്തരാവസ്ഥ, അക്കാലത്ത് പാർട്ടിയെ ചേർത്തുപിടിക്കൽ, എം വി രാഘവൻ പാർട്ടി വിട്ടുപോകുന്ന സമയം, അല്ലെങ്കിൽ എ കെ ജിയുടെ വിയോഗത്തിന്റെ സമയം, ഈ സമയത്തൊക്കെ പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ പോറൽ സംഭവിക്കാതെ പാർട്ടിയെ പാർട്ടി അങ്ങേയറ്റം ചേർത്തുപിടിച്ച ഒരു നേതാവ്, ഒരു പാർട്ടി സെക്രട്ടറിയെ പറ്റി ആളുകളോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് വി എസിന്റെ ഒരു കാലം, എസ് കെ സംഘടനാ മനുഷ്യൻ എന്നുള്ള വി എസിന്റെ ഒരു കാലം, അത് കഴിഞ്ഞ് വി എസ് പിന്നെ പാർലമെന്ററി മനുഷ്യനായി മാറുന്നു. പാർലമെന്ററി മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവാക്കി വി എസ് എന്തായിരുന്നു കേരളത്തിന് എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ കണ്ടു. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ സംഘടനാ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കടുത്ത കാർക്കശ്യത്തിൽ നിന്ന് വഴിമാറുന്ന, അതല്ലെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായി പരുവപ്പെടുന്ന, കാലാനുസൃതമായി പരിണാമം വരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ സജീവമായി സംവദിച്ചു തുടങ്ങിയത് വീണ് കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, സ്ത്രീകൾക്കൊക്കെ ഏത് രീതിയിൽ അത്താണിയായി മാറി എന്നുള്ള കാര്യമൊക്കെ ഇവിടെ വരുന്ന കുറേയധികം ആളുകളിലൂടെ നമ്മൾ നേർക്കുന്നവർ മനസ്സിലാക്കുകയാണ്. കെ ബി ഗണേഷ് കുമാർ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഇത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം ആർ ബാലകൃഷ്ണനുള്ള കാര്യം, വി എസുമായുള്ള നേർക്കുന്നവർ പോരാട്ടത്തിന്റെ കാര്യം, വി എസ് അങ്ങേയറ്റം വരെ ആ പോരാട്ടം ഉണ്ടായ കാര്യം, അതിനുശേഷം ബാലകൃഷ്ണ തിരികെ മുന്നണിയിലേക്ക് വരുന്ന കാര്യം, അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്ന്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന കമ്മ്യൂണിസ്റ്റ് വാദഗതിയൊന്നും തിയറിയൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൊഴിലാളികൾക്ക് അവരുടെ താല്പര്യം എപ്പോഴൊക്കെ സംരക്ഷിക്കപ്പെടാതെ പോയോ അവിടെയൊക്കെ തന്നെ വി എസ് അച്യുതാനന്ദൻ അടരാടുമായിരുന്നു എന്നുള്ളത് ചരിത്രപാഠമാണ്.